ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എക്സസൈസ് 10.1 ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ഇവാലുവേറ്റ്. അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? 3 raised to -2. അപ്പോൾ 3 raised to -2. ഇതിൽ ഈ 3 raised to -2 എന്ന് പറയുമ്പോൾ ഈ 3നെ പറഞ്ഞ എന്താ? ബേസ് അല്ലേ? ഇതാണ് ബേസ്. ഇനി -2നെ പറയുന്നത് പവർ അല്ലെങ്കിൽ എക്സ്പോണൻറ്റ്. ഇപ്പോൾ റേസ് ടു ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഇതിനെ പറയുന്നതാണ് പവർ അല്ലെങ്കിൽ എക്സ്പോണൻറ്റ്. അപ്പോൾ ഇത് -2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പറയാം, ഇതൊരു നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണ്. ഓക്കെ, നമ്മളിതൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒന്ന് കാണാത്തവരതൊന്ന് കാണുക. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 3 raised to -2. 3 raised to -2നെ നമുക്ക് എന്തിലോട്ടാക്കി മാറ്റണം? പോസിറ്റീവായിട്ട് മാറ്റണം. അത് നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണ്. ഈ നെഗറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണ്. അപ്പോൾ നമുക്കതിനെ പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയിട്ട് മാറ്റണം. അത് നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ല, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ്? a raised to -m. അതിൻ്റെ റൂളായിരുന്നു a raised to -m എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/a raised to m. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് മാറും അല്ലേ? a raised to -m. അതായത് എക്സ്പോണൻ്റ് നെഗറ്റീവ് വരുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ ആ നെഗറ്റീവ് എക്സ്പോണൻ്റ് നമുക്ക് എന്താക്കി മാറ്റാം? പോസിറ്റീവ് എക്സ്പോണൻ്റ് ആക്കി മാറ്റാം. നമുക്കിതിനെ പോസിറ്റീവ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ റെസിപ്രോക്കൽ ഇത് 1/3 raised to 2 എഴുതി അല്ലേ? 3 raised to -2 എന്ന് പറയുമ്പോൾ 1/3 raised to 2 എഴുതി. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എക്സ്പോണൻ്റ് മാറിയത് പോസിറ്റീവായി. ഇനി 1/3 raised to 2 എന്ന് വെച്ചാൽ എന്താ? 3 raised to 2 എന്ന് പറഞ്ഞാൽ എന്താ? 3നെ 2 times മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? പവർ എത്രയാണോ ആ പവർ അത്രയും ടൈംസ് നമുക്ക് തന്നിരിക്കുന്ന ബേസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഈ പവർ അല്ലെങ്കിൽ എക്സ്പോണൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 1/3 raised to 2. അപ്പോൾ 3 2 times 3 × 3, അതായത് 1/3 raised to 3 × 3 എന്ന് പറയുമ്പോൾ 9. അപ്പോൾ 1/9 നമുക്ക് ആൻസർ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ -4 all raised to -2. അപ്പോൾ ഇവിടെ -2 എക്സ്പോണൻ്റ് എന്താണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്കതിനെ പോസിറ്റീവിലോട്ട് മാറ്റണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അതിൻ്റെ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ 1/, എഴുതണം അല്ലേ? 1/, എഴുതുമ്പോൾ നോക്കി -4. ഈ -4 എന്നുള്ളത് ബേസ് ആണ്. അതിന് വ്യത്യാസം വരില്ല. ഇപ്പോൾ -4 +4 ആയി മാറില്ല, കാരണം ഇത് ബേസ് ആണ്. ബേസ് അതുപോലെ തന്നെ എഴുതി. നമുക്ക് ചേഞ്ച് വരുന്നത് എന്തിലാണ്? എക്സ്പോണൻ്റിലാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇവിടെ -2 എന്നുള്ളത് റെസിപ്രോക്കൽ വരുമ്പോൾ എന്തായി? +2 ആയി. +2 എന്നുള്ളത് നമുക്കിങ്ങനെ +2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. നോർമലി ഒരു സംഖ്യ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് വെറുതെ 2 എന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്കറിയാം, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചാണ്. ഇനി =. അപ്പോൾ ഇതെന്തായി? 1/-4 all raised to 2. നെഗറ്റീവ് ഇവിടെ മാറാവുന്നത് ബേസ് ആയതുകൊണ്ടാണ്. എക്സ്പോണൻറ്റിന് മാത്രമേ സൈൻ നെഗറ്റീവ് എന്നുള്ള പോസിറ്റീവ് ആയുള്ളൂ. ഇനി 1/-4 all raised to 2 എന്ന് പറയുമ്പോൾ -4 2 times മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -4 × -4 അല്ലേ? all raised to 2 എന്ന് പറയുമ്പോൾ -4 2 times മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഇനി 1/-4 × -4 എന്താ? +60. അതായത് 4 × 4 എന്താ? 60. നെഗറ്റീവ് × നെഗറ്റീവ് എന്താ? നെഗറ്റീവ് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇത് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് നമുക്ക് +60. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 1/16. തേർഡ് ക്വസ്റ്റ്യൻ 1/2 all raised to -5. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണ്. പോസിറ്റീവ് ആക്കാനായിട്ട് നമുക്ക് റെസിപ്രോക്കലാണ്. അപ്പോൾ 1/2ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 2/1. അപ്പോൾ 2/1 മറിച്ചിട്ട് കൊടുക്കണം അല്ലേ? 1/2 എന്നുള്ളത് നമുക്ക് മറിച്ചിടുമ്പോൾ 2/1 ആയി. 2/1. ഇനി all raised to എന്തായി മാറി? നെഗറ്റീവ് എക്സ്പോണൻ്റ് പോസിറ്റീവായി, അതായത് 5. അപ്പോൾ 2/1 all raised to 5. അപ്പോൾ 2/1 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2 അല്ലേ? ഡിനോമിനേറ്റർ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ മാത്രം എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ 2. സോ 2 raised to 5 എന്ന് കിട്ടി. ഇനി 2 raised to 5 എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ മീനിങ് 2 എന്നുള്ള സംഖ്യ
5 ടൈംസ് എക്സ്പോണൻ്റ് എത്രയാണ് 5. അപ്പോൾ എക്സ്പോണൻ്റായ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2 2s are 4, 4 2s are 8, 8 2s are 16, 16 into 32. The answer is 32. ഓക്കെ, അപ്പോൾ 1/2 എന്നുള്ളതിൻ്റെ റെസിപ്രോക്കൽ 2/1 കിട്ടി. അത് നെഗറ്റീവ് എന്നുള്ളത് പോസിറ്റീവായി മാറി. ഇനി 2⁵ എന്നുള്ളത് നമുക്ക് 2 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ 32 കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ പവർ നൊട്ടേഷൻ വിത്ത് പോസിറ്റീവ് എക്സ്പോണൻറ്റ്. സിംപ്ലിഫൈ ചെയ്യുക, അതിനുശേഷം അതിൻ്റെ പവർ നൊട്ടേഷൻ, പവർ എന്തെങ്കിലും എഴുതണം, പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയിട്ട് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. -4 all raised to 5 divided -4 all raised to 8. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് നടക്കുന്നത്? ലോസ് ഓഫ് എക്സ്പോണൻറ്റിലെ a⁻m ഡിവിഷൻ a⁻n. അതായത് സെയിം പവറാണ് അല്ലേ, സെയിം പവർ വന്നിട്ട് ഡിവിഷനാണ് ചെയ്യാൻ പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് എടുത്ത് എഴുതുക, അതിനുശേഷം പവേഴ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ സെയിം പവറാണ് a അല്ലേ, അപ്പോൾ ബേസ് എടുത്ത് എഴുതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പവേഴ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെയും അതുപോലെ ചെയ്യാം. ഇവിടെ സെയിം ബേസാണ്, ഏതാണ്? -4. അപ്പോൾ -4 all raised to പവേഴ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ പവർ 5 5 - 8, ഇതിൻ്റെ പവർ 8. ഇനി 5 - 8 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് 8 നിന്ന് 5 കുറച്ച് പോസിറ്റീവായിട്ട് എഴുതി വെക്കരുത്. ചെറിയ സംഖ്യയിൽ നിന്നാണ്, അല്ലെ ചെറിയ സംഖ്യയായ 5ൽ നിന്നാണ് ബിഗസ്റ്റ് നമ്പറായ 8 കുറയ്ക്കേണ്ടത്. അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? -3 ആയിരിക്കും. 5ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ ആൻസർ -3 ആയിരിക്കും. സോ -4 all raised to എന്ത് വരും? -3. ഇനി ഇതിനെന്താക്കി മാറ്റണം? പോസിറ്റീവ് എക്സ്പോണൻ്റ് ആക്കി മാറ്റണം. അതിനുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ലോസിൽ പറഞ്ഞിരിക്കുന്നത്? a⁻m എന്നുള്ളത് പോസിറ്റീവിലാക്കാൻ 1/a⁻m ഇങ്ങനെ എഴുതണം അല്ലേ. അപ്പോൾ ഇവിടെ എഴുതാം നമുക്ക് 1/-4. ഈ ബേസിന് വ്യത്യാസമൊന്നും വരുന്നില്ല, പവറാണ് നെഗറ്റീവ് എന്നുള്ളത് പോസിറ്റീവിലേക്കാക്കി മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസ് അതുപോലെ തന്നെ -4 എഴുതി. ഇനി all raised to -3 എന്നുള്ള എന്തായി മാറും? +3. 1/-4 all raised to 3. Second question, 1/2 raised to 3 all raised to 2. ഈ 1/2 raised to 3 all raised to 2 എന്നുള്ളത് ഏത് ഫോമിൽ എടുക്കുന്നത്? a⁻m all raised to n. ലോസ് ഓഫ് എക്സ്പോണൻറ്റ് പ്രകാരം നമ്മളിതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ബേസ് എഴുതിയിട്ട് പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. a⁻m × n. അപ്പോൾ നമുക്ക് ഇവിടെയും അതുപോലെ ചെയ്യാം. 1/2 raised to 3 all raised to 2 എന്ന് പറയുമ്പോൾ ഇവിടെ 1, ആ 1ൻ്റെ പവർ എന്താ? 1 വെറുതെ എഴുതുമ്പോൾ ഏത് നമ്പർ ആണെങ്കിലും പവർ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഒരു പവർ 1 ഉണ്ടെന്നാണ്. അപ്പോൾ 1 × 2 എന്ന് പറയുമ്പോൾ 1 raised to 2 വരും. ഇത് 1 all raised to 2 ഇങ്ങനെ വരും അല്ലേ. അതായത് ഈ 1 × 2 എന്ത് വരും? 1 raised to 2. ഇനി ഡിവൈഡഡ് 2 raised to ഇവിടെ പവർ എത്രയാണ്? 3. ഇനി ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള പവർ എന്താ? 2. അപ്പോൾ 3 × 2. ഇനി നമുക്ക് എഴുതാം 1² എന്ന് പറയുമ്പോൾ 1 × 1 തന്നെ. 1² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 1, അതായത് 1 തന്നെ. 1 / 2 raised to 3 × 2. 3 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6. അപ്പോൾ ആൻസർ ഈസ് 1/2 raised to 6. Third question, -3 all raised to 4 into 5/3 all raised to 4. ഇവിടെ മൾട്ടിപ്പിൾ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബേസുകൾ ഡിഫറെൻ്റ് ആണ്. ബേസ് ഡിഫറെൻ്റ് ആണ്, പവേഴ്സ് സെയിം ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, ബേസ് ഡിഫറെൻ്റ് പക്ഷേ പവേഴ്സ് സെയിം. അങ്ങനെയെങ്കിൽ നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻറ്റ് പ്രകാരം എന്താ ചെയ്യേണ്ടത്? a⁻m × b⁻m എന്നുള്ള ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബേസുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം. a × b എന്നിട്ട് പവർ എടുത്ത് എഴുതണം. ഇതാണ്
ലോ പറയുന്നത്. ഇത് എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം എന്ന് പറയുമ്പോൾ രണ്ട് ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പവർ എടുത്ത് എഴുതുക. ഇവിടെ ബേസ് എന്താ? -3 ആണ്. അടുത്ത ബേസ് 5/3 ആണ്. അപ്പോൾ -3 ഇൻറ്റു 5/3 ഓൾ റേസ് ടു പവർ എന്തായിരുന്നു? 4. അപ്പോൾ -3 ഇൻറ്റു 5/3 ഓൾ റേസ് ടു 4. ഇനി ഇവിടെ ഈ 3യും ക്യാൻസലായി പോകും. അപ്പോൾ എത്ര കിട്ടും? 1. 1 3s are 3. -1 ഇൻറ്റു 5 ഓൾ റേസ് ടു 4 എന്ന് കിട്ടി അല്ലേ? -1 ഇൻറ്റു 5 എന്ന് വെച്ചാൽ -5. -1 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ -5 ഓൾ റേസ് ടു 4 എന്ന് കിട്ടി. ഇനി -5 ഓൾ റേസ് ടു 4 എന്ന് പറയുമ്പോൾ അതായത് ഏതൊരു നെഗറ്റീവ് സംഖ്യയുടെയും പവർ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് ആൻസർ പോസിറ്റീവ് നമ്പറായി മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ നെഗറ്റീവ് നമ്പറാണ് -5. അപ്പോൾ അതിൻ്റെ പവർ എത്രയാണ്? പവർ അല്ലെങ്കിൽ എക്സ്പോണൻ്റ് എത്രയാണ്? 4 എന്നുള്ളതൊരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ പോസിറ്റീവ് നമ്പറാണ് പവർ എങ്കിൽ നെഗറ്റീവ് സംഖ്യ എന്തായി മാറും? പോസിറ്റീവ് സംഖ്യയായി മാറും. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ത് വരും? +5 ഓൾ റേസ് ടു 4, അതായത് 5 റേസ് ടു 4. മനസ്സിലായോ? ഇതെങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് ആയെന്ന്? ഏതൊരു നെഗറ്റീവ് സംഖ്യയുടെയും പവർ ഈവൻ നമ്പർ ആയാൽ, ഈവൻ നമ്പർ 2 4 6 8 അങ്ങനെ ഏതൊരു ഈവൻ നമ്പറാണ് പവറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഖ്യ നെഗറ്റീവ് എന്നുള്ളത് പോസിറ്റീവ് നമ്പറായി മാറും. അതെങ്ങനെയെന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് സംശയം മാറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ -5 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ലേ ഇതിൻ്റെ മീനിങ്? -5 ഓൾ റേസ് ടു 4 എന്ന് പറയുമ്പോൾ -5 4 ടൈംസ്. അപ്പോൾ -5 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇനിയിപ്പോൾ നോക്കിയേ, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഇപ്പം നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തൊരു? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് അതൊരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കും അല്ലേ? നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവാണ്. ഇനി നമുക്ക് കിട്ടിയ പോസിറ്റീവ് സംഖ്യ ഈ പോസിറ്റീവ് ഇൻറ്റു ഈ നെഗറ്റീവ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ത് വരും? നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് വരും. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്. ഇനി അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ നെഗറ്റീവ് നമ്പറാണ്. ആ നെഗറ്റീവ് ഇൻറ്റു ഇത് എത്രയാണ്? -5. അപ്പോൾ വീണ്ടും നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു? നമ്മൾ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ നെഗറ്റീവ് സംഖ്യനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ആൻസർ ഈസ് 5 റേസ് ടു 4. ഫോർത്ത് ക്വസ്റ്റ്യൻ, 3 റേസ് ടു -7 ഡിവൈഡഡ് 3 റേസ് ടു -10 ഇൻറ്റു 3 റേസ് ടു -5. അപ്പോൾ ഇവിടെ 3 റേസ് ടു -7 ഡിവിഷൻ 3 റേസ് ടു -10 ഏത് ഫോർമാറ്റിൽ കിടക്കുന്നത്? ലോസ് ഓഫ് എക്സ്പോണന്റ് പ്രകാരം a റേസ് ടു m ഡിവൈഡഡ് a റേസ് ടു n. ബേസ് രണ്ടും സെയിം ആണ്, പവേഴ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ ലോസ് ഓഫ് എക്സ്പോണന്റ് പ്രകാരം ഈ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ a റേസ് ടു m ഡിവിഷൻ a റേസ് ടു n എങ്ങനെ ചെയ്യും? a റേസ് ടു ബേസ് ചെയ്തിട്ട് പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുക, a റേസ് ടു m മൈനസ് n. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ചെയ്യണമെങ്കിൽ ലോസ് ഓഫ് എക്സ്പോണൻസ് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ട് ലോസ് ഓഫ് എക്സ്പോണൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. എന്നാലും നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും അതേത് ലോ ആണെന്ന് മനസ്സിലാകാനും അതുപോലെ അത് പെട്ടെന്ന് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അപ്പോൾ a റേസ് ടു ഇത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സെയിം ബേസ് ആണ്, പവേഴ്സ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ നമുക്ക് a റേസ് ടു m മൈനസ് n എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ബേസ് എത്രയാണ്? ഇവിടെ 3 ആണ്. അപ്പോൾ 3 റേസ് ടു m മൈനസ് n എന്ന് പറയുമ്പോൾ -7. ഇനി മൈനസ്, കാരണം ഇവിടെ മൈനസ് ആണ് പറഞ്ഞിരുന്നത് അല്ലേ? മൈനസ് -10 ഇൻറ്റു 3 റേസ് ടു -5. ഇനി 3 റേസ് ടു -7 മൈനസ് -10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവാണ് അല്ലേ? രണ്ടിടത്തും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായി മാറും? പോസിറ്റീവായി മാറും. ഇത് -7 + 10 ആയി മാറും. നെഗറ്റീവും എന്തായി മാറും? പോസിറ്റീവായി മാറും. അപ്പോൾ +10 വന്നു ഇൻറ്റു 3 റേസ് ടു -5. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി 3 റേസ് ടു -7 + 10 എന്ന് പറയുമ്പോൾ
എന്താ ചെയ്യേണ്ടത്? രണ്ടും ഡിഫറെൻറ്റ് സൈനാണ്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പ്ലസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം ഡിഫറെൻറ്റ് സൈനാണെന്നുണ്ടെങ്കിൽ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ആ സംഖ്യകൾ തമ്മിൽ ഡിഫറൻസ് കണ്ടിട്ട് അതിലേതാണോ ബിഗസ്റ്റ് നമ്പർ അതിൻ്റെ സൈൻ എടുത്ത് എഴുതണം. അപ്പോൾ ആൻസർ 3 - -7 + 10. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താ? 3. 7ൻ്റെയും 10ൻ്റെയും ഡിഫറൻസ് 3 ആണ്. അപ്പോൾ 3 എഴുതി. ഇനി ബിഗസ്റ്റ് നമ്പർ 10 ആണ്. 10ൻ്റെ സൈൻ പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് തന്നെ അല്ലേ? പ്ലസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമലി ആ സംഖ്യ പോസിറ്റീവ് സംഖ്യയാണ്. അപ്പോൾ 3 ഇൻറ്റു എന്താണ് അടുത്ത നമ്പർ? 3 - -5. അപ്പോൾ 3 × 3 × 3 - -5 വന്നു. ഇനി നമുക്ക് 3 × 3 ഇൻറ്റു 3 - -5 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 1/3 × 5 എന്ന് എഴുതാം അല്ലേ? റെസിപ്രോക്കൽ. അപ്പോൾ -5 എന്നുള്ളത് നെഗറ്റീവ് എക്സ്പോണൻ്റ് പോസിറ്റീവിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് റെസിപ്രോക്കൽ എഴുതാം. അപ്പോൾ അതെങ്ങനെ എഴുതി? 1/3 × 5 എന്ന് എഴുതി. ഇനി 3 × 3 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 3 × 3. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെ ആൻസർ കിട്ടി. ഡിവൈഡ് ബൈ 3 × 5. മനസ്സിലായല്ലോ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3 × 3 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 3 × 3 ഡിവൈഡ് ബൈ 3 × 5. ഇനി ഇത് ഏത് ഫോർമാറ്റിലാണ് നടക്കുന്നത്? ബേസ് സെയിം ആണ്. രണ്ടിൻ്റെ ബേസ് 3. പവേഴ്സ് ഡിഫറെൻ്റ് ആണ്. ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡിവിഷനാണ്. അങ്ങനെയാണെങ്കിൽ ലോ എന്തായിരിക്കും? ഈ ലോ തന്നെ അല്ലേ? സെയിം ബേസ്, പവേഴ്സ് ഡിഫറെൻ്റ്, ഡിവിഷനാണ് പറഞ്ഞിരിക്കണമെങ്കിൽ ബേസ് എഴുതിയിട്ട് പവേഴ്സ് എക്സ്പോണൻസ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ അതുപോലെ ചെയ്യാമല്ലോ. 3 എന്തുവരും? പവർ ആദ്യം 3 ആണ് അല്ലേ? അപ്പോൾ 3 മൈനസ് ഇതിൻ്റെ പവർ 5 -5. അപ്പോൾ 3 × 3 - 5. 3യിൽ നിന്ന് 5 കുറച്ചാൽ എന്തുവരും? ചെറിയ സംഖ്യ നിന്ന് വലിയ സംഖ്യ കുറച്ചാൽ നെഗറ്റീവ് ആയിരിക്കും ആൻസർ. അപ്പോൾ 3 × -2 വരും. 3ൽ നിന്ന് 5ൽ നിന്ന് 3 കുറച്ച് 2 എന്ന് പറഞ്ഞ് എഴുതരുത്. ഇത് 3യിൽ നിന്നാണ് 5 കുറക്കേണ്ടത്. അപ്പോൾ 3 - 5 എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുത് കുറക്കുമ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. -2 കിട്ടും. അപ്പോൾ 3 × -2 എന്ന് കിട്ടി. ഇനി നമുക്ക് -2 എന്നുള്ളത് -2 എന്നുള്ളതൊരു നെഗറ്റീവ് എക്സ്പോണൻ്റ് അല്ലേ? അതിന് നമുക്ക് എന്താക്കി മാറ്റണം? പോസിറ്റീവാക്കി മാറ്റാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് എഴുതാം ഈക്വൽ ടു പോസിറ്റീവ് ആക്കാൻ എൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. 1/3 × 2. അപ്പോൾ ആൻസർ ഈസ് 1/3 × 2. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 2 × -3 ഇൻറ്റു -7 all raised to -3. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബേസുകൾ തമ്മിൽ ഡിഫറെൻ്റ് ആണ്. ഇവിടെ 2 ആണ്, ഇവിടെ -7 ആണ്. അപ്പോൾ ബേസ് ഡിഫറെൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഏത് ലോ ആണ് എടുക്കേണ്ടത്? ലോ ഓഫ് എക്സ്പോണൻറ്റിൽ a⁻m ഇൻറ്റു b⁻m. പവേഴ്സ് സെയിം അല്ലേ? ഇവിടെ -3, ഇവിടെ -3. അപ്പോൾ പവേഴ്സ് സെയിം ആണ്. ബേസ് ഡിഫറെൻ്റ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എടുക്കേണ്ടത് a⁻m ഇൻറ്റു b⁻m. ഇങ്ങനെ ചെയ്യും? a ഇൻറ്റു b ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പവർ എടുത്ത് എഴുതുക. a ഇൻറ്റു b all raised to m. അപ്പോൾ നമുക്കിവിടെ ചെയ്യാമല്ലോ. ഇവിടെ എന്ത് ചെയ്യും? ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടുത്തെ ബേസ് 2 ആണ്. 2 ഇൻറ്റു ഇവിടുത്തെ -7. 2 × -7 all raised to പവർ എടുത്തണം അല്ലേ? എക്സ്പോണൻ്റ് എഴുതണം. എക്സ്പോണൻ്റ് ഇവിടെ എന്താ? രണ്ടിലും -3. അപ്പോൾ -3. 2 × -7 all raised to -3. ഇനി 2 × -7. 2 × 7 14 ആണ്. ഇനി ഇവിടെ നെഗറ്റീവും ഇതൊരു പോസിറ്റീവ് സംഖ്യയാണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താ? നെഗറ്റീവ്. അപ്പോൾ -14. ഇനി എന്തുണ്ട്? all raised to -3. അപ്പോൾ നമുക്ക് -14 all raised to -3 എന്ന് കിട്ടി. ഇനി -3നെ അത് നെഗറ്റീവ് എക്സ്പോണൻറ്റിനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി എന്താ എഴുതേണ്ടത്? റെസിപ്രോക്കൽ എഴുതണം. അപ്പോൾ 1/-14. ഈ നെഗറ്റീവ് അതുപോലെ ഉണ്ടാവും അല്ലേ? നമ്പറിൻ്റെ നെഗറ്റീവാണ്. നമുക്ക് എക്സ്പോണൻ്റ് ആണ് പോസിറ്റീവായി മാറുന്നത്. അപ്പോൾ -14 raised to 3. അപ്പോൾ ആൻസർ ഈസ് 1/-14 raised to 3. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ലോസ് ഓഫ് എക്സ്പോണൻറ്റ് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം ഇത് ചെയ്ത് നോക്കുക. ഓക്കെ.
അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.